ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണം നിലയ്ക്കുന്നു. തൊണ്ടി മുതൽ ഇതുവരെ പൂർണ്ണമായും കണ്ടെത്താനായിട്ടില്ല. കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതും നീളുകയാണ്. പിന്നിൽ സർക്കാരിന്റെ ഇടപെടൽ എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. രാജീവാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. രാജീവ്, SIT അന്വേഷണത്തിന്റെ ദിശ മാറിയതും അത് മറ്റു ചില തലങ്ങളിലേക്ക് പോകുന്നതുമൊക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്. ഇപ്പോൾ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഇതുവരെ പിടികൂടിയ പലരും SITയുടെ തന്നെ പിടിപ്പുകൂട് മൂലം കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ജയിലിന് പുറത്തേക്ക് ഘട്ടം ഘട്ടമായി ഇറങ്ങുകയാണ്. അതിന്റെ മറുവശത്ത് ഇത് അന്വേഷണവും എങ്ങും എത്താതെ വഴിമുട്ടുകയാണല്ലേ? ഗൗതം, 4 മാസം മുൻപാണ് SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങുന്നത്. അതിൽ പ്രധാനമായും അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതും ഒന്ന് കട്ടളപ്പാളികൾ കൊണ്ടുപോയതുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയത് ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും പിന്നീട് ഇങ്ങോട്ടുള്ള അന്വേഷണത്തിന്റെ മേൽനോട്ടവും ഹൈക്കോടതി തന്നെയായിരുന്നു നിർവഹിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ആദ്യഘട്ടത്തിൽ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട N വാസുവും അതുപോലെ തന്നെ പത്മകുമാറും അറസ്റ്റിലാകുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇരുവരും. ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടായെങ്കിലും SIT അതിന് വഴങ്ങിയിരുന്നില്ല. മാത്രമല്ല ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പോലും അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. ഈ രീതിയിൽ വളരെ മികച്ച രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുന്നു. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പോകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. ഇതിനുശേഷമാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല ശബരിമല തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തുന്നു. അതിനുശേഷം ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല തന്ത്രിക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട്. തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷേ വിജിലൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണം ഏറെ നിർണായകമാണ്. തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് തന്ത്രിക്ക് ബാധ്യത. അല്ലാതെ ശബരിമലയിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികൾക്ക് തന്ത്രി ബാധ്യസ്ഥനല്ല എന്നുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളായിരുന്നു വിജിലൻസ് കോടതി മുന്നോട്ട് വെച്ചത്. ഇത് SITയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിശ്ചിതമായി നീളുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. N വാസുവും ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറേ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ട്. അതായത് ഇനി പ്രതികളൊന്നും ഉള്ളിലില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവർക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. സുപ്രീം കോടതി പോലും വളരെ കർശനമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തുമ്പോഴാണ് ഇവിടെ പ്രതികൾക്ക് ഇങ്ങനെ ജാമ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത. രാജീവ്, ഒന്ന് തുടരും. ഇപ്പോൾ VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, SIT അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ ഈ 10 മണി സമയത്ത് ചർച്ച ചെയ്യുന്നത്. കാരണം കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനവുമാകുന്നില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ വേളയിൽ ഇതാ അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാം. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഈ SIT അന്വേഷണം നിലയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുന്നത്? SIT ഇരുന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഷ്ട്രീയ മേലാളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കുക മാത്രമല്ല, മുട്ടുമടങ്ങി ഇരുന്നു SIT. കാരണം നാളിതുവരമായി ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനോ റിക്കവറി ആയിട്ട് സ്വർണം പിടിച്ചെടുക്കാനോ ഒന്നും തന്നെ SITക്ക് സാധിച്ചിട്ടില്ല എന്നത് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്ത്രിക്ക് ബഹുമാനപ്പെട്ട കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം കൊടുത്തിരുന്നു. ആ ജാമ്യത്തിന്റെ ആ ഓർഡറിനകത്ത് വളരെ വ്യക്തമായി SITയുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ കുഴപ്പങ്ങളാണ് അവർ കാണിച്ചിട്ടുള്ളതെന്ന് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞ് 8 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ആ 8 കാരണങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ SIT പൂർണ്ണമായും പരാജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഈ തന്ത്രിക്ക് ജാമ്യം കൊടുത്ത ഒരു കേസിനകത്ത് തന്ത്രി 16ാം പ്രതിയാക്കിയാണ് തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. 16ാം പ്രതിയായ തന്ത്രി വന്നപ്പോൾ ആകെ ഇതുവരെ 10-12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 പേര് ആരാണ്?
അത് കടകംപള്ളി സുരേന്ദ്രനാണ്, പ്രശാന്താണ്, അജികുമാറാണ് തുടങ്ങിയ വ്യക്തികളെ ഒന്നും പ്രതിസ്ഥാനത്ത് ചേർക്കാതെ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിയിലാണ് ഇവർ അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പച്ചക്കൊടി വീശുന്ന അനുസരിച്ച് ഓരോരുത്തരെ ചേർത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ 16 പേരിലെ 13 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 3 പേര് ആരൊക്കെയാണ്? 1, 2, 3 ഇനി 3 പേരൂടെ പ്രതിസ്ഥാനത്തേക്ക് വരണം. കൃത്യമായ തെളിവുകൾ ശേഖരിക്കണം. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ എടുക്കണം. ഏതെങ്കിലും സാക്ഷികളുടെ കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിവും പ്രാപ്തിയുമുള്ള സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പരിശോധനാ ഫലം നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തുടങ്ങി ഗുരുതരമായ വീഴ്ചകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവര് ഇലക്ഷൻ വരെ ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടൊരു പൂർണ്ണ പരാജയമാണ് SIT. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം SITയുടെ വീഴ്ചകൾ എന്ന് പറയുമ്പോൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉദാസീനതയാണെന്ന് ഭക്തജന സമൂഹം വിലയിരുത്തിയാൽ തെറ്റു പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് CBI പോലുള്ള ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം SIT പൂർണ്ണ പരാജയമാണ്. അവര് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെറും സിറ്റല്ല, മുട്ടുമടക്കി സിറ്റാണ്. വെറുതെ ഇരിക്കുകയല്ല, മുട്ടുമടക്കി ഇരിക്കുകയാണ്. SIT എന്ന വാക്ക് അന്വർത്ഥമാക്കി മാറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അനിൽ വിളയിൽ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്. അധികാര മേലാളന്മാരുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് SIT എന്ന രൂക്ഷമായ വിമർശനം VHPയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജീവ്, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റിലാകുമെന്നത് സംബന്ധിച്ചൊരു സൂചന ആ സമയത്തൊക്കെ ലഭിച്ചതാണ്. കാരണം ഈ കേസിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിവിധ ആളുകൾ, ആ പ്രതികൾ മുഴുവൻ അവരെ ചോദ്യം ചെയ്യുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ മൊഴി SITക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആ കാലത്ത് വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നതാണ്. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, 2ാം ഘട്ടമായി ചോദ്യം ചെയ്യലിന് പോലും SIT തയ്യാറാകുന്നില്ല. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തിയത് എന്ന ആക്ഷേപമാണ് വളരെ ശക്തമായി ഉയരുന്നത്. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത്, അല്ലാതെ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും തങ്ങൾ തമ്മിൽ ഇല്ല എന്നായിരുന്നു മാധ്യമങ്ങളോടുൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉപഹാരങ്ങൾ വാങ്ങുന്നതിന്റെ ചിത്രങ്ങൾ പോലും പുറത്തു വന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ചില സ്വകാര്യ ചടങ്ങുകളിലൊക്കെ താൻ അവരുടെ വീട്ടിൽ പോയി പങ്കെടുത്തിട്ടുണ്ട് എന്ന പ്രതികരണം കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ SITയുടെ ചോദ്യം ചെയ്യലിലും ഇതേ നിലപാട് തന്നെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ സ്വീകരിച്ചിരുന്നത്. ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്നത്. എന്നാൽ പത്മകുമാർ നൽകിയ ഒരു മൊഴി ഇപ്പോഴും SITക്ക് മുന്നിലുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയും ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് പത്മകുമാർ വളരെ കൃത്യമായി പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകണം, ഈ സ്പോൺസർ എന്ന നിലയിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു നൽകണമെന്ന നിർദ്ദേശം നൽകിയത് രാജീവ്, എന്തായാലും വ്യക്തമാണ് SIT അന്വേഷണം ഏതാണ്ട് പൂർണ്ണമായി നിലയ്ക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് SIT തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികൾ പലരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മറുഭാഗത്ത് SIT അന്വേഷണം ഇപ്പോൾ പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്യുന്നു. രാജീവാണ് വിവരങ്ങളുമായി ചേർന്നത്.